ഇപ്പൊ വിളിച്ചത് ഞാനായിരുന്നു. അതെ, ഇവിടെ ഒരു ഷൂട്ട് ഉണ്ട്, എന്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഈ വഴി തന്നെ കാണിക്കുന്നത് നേരെ. ഈ അടുത്തൊരു കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ഒരു ചാനലിൽ നിന്ന്. ഞങ്ങള് ജാങ്കോ സ്പേസ്. അങ്ങനെയൊന്നല്ല, ഞങ്ങള് പുറത്ത് ഒരു ചാനലിന്റേതായിട്ടുള്ള കുറച്ച് സീക്രട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആണല്ലേ? ഒരു ദിവസം വരട്ടെ, ഞങ്ങളൊരു അവസരം ഉണ്ടാവട്ടെ. ബ്രോ ഇവിടെ നിന്ന് ലെഫ്റ്റ് കാണിക്കുന്നത്. അത് ഈ വഴി ഈ വഴി അറിയോ? ഈ വഴി മഹാദേവൻ ശ്രീ, അതായത് ഇതാണ് വഴി. ആണോ? എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഒളിച്ചോടി കിട്ടിയതാ പോലീസ്. ഇതൊക്കെ വൻ സംഭവം. അതാണ് വീട്. ഈ വീടാ? അയ്യോ എടോ, ഇതാണ് എന്റെ വീട്. അപ്പൊ താനാ ആരും ഇന്റർവ്യൂ എടുക്കാൻ വന്നേക്കണേ? വണ്ടി എടുക്ക് എവിടെ വഞ്ചിയാ നീ? ശരിയാണ്, വണ്ടി ഓടിക്കുന്ന ഊബർ ടാക്സി ഞാൻ തന്നെ. അയ്യോ ഇവിടെ. അപ്പൊ നിങ്ങളുടെ പേര്? എന്റെ പേര് സുധീഷ്. സുധീഷ്. വഞ്ചി ചെയ്ത് വരുന്നത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോട്ടാ. ഇത് ബ്രോന്റെ വീടാന്ന് എനിക്കറിയില്ലല്ലോ. ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നപ്പോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്തൊരു ശാന്തിയും സമാധാനവും. അയ്യോ, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ഇന്റർവ്യൂ എടുക്കണ്ടേ? അല്ല, ഞാനിത് നല്ല പ്രതീക്ഷിച്ചത്. ഇതൊക്കെ എന്ത്? ഇതിന്റെ സൂക്കെ ഉണ്ട്, ഇതിന്റെ കോഴി ഫാം ഉണ്ട്. ആനറിഞ്ഞു എന്ത് വീടല്ലേ? പിടിച്ച് ഇരുന്നു എനിക്ക്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാനാണോ വന്നേക്കണേ? അല്ലേ? അതെ. നമുക്ക് തുടങ്ങാം. ഞാനപ്പോ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ്. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷയിൽ ഇങ്ങനെയൊക്കെ ഇത് ഇത്രയും പേരൊക്കെ ഉണ്ടാവും വിചാരിച്ചില്ല. വേണ്ട, ഒഴിവാക്കൊന്നും വേണ്ട. നമുക്ക് തുറക്കാം. തുറക്കട്ടെ? ഓക്കെ. ഹലോ, എങ്ങനെയാണ് ഇതേപോലത്തെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ? അതൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളെങ്ങനെ കണ്ടുപിട്ടിയത്? അത് പറഞ്ഞില്ല. അതൊരു കഥയാണ്. അമ്മയ്ക്ക് പറയോ? ഞാൻ ഇങ്ങനെ അത് ഈ റോഡിലൂടെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു. ഞാനൊരു ഡ്രൈവറാണേ. അപ്പൊ ഞാൻ ഇങ്ങനെ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ വണ്ടി വന്ന് ഓപ്പോസിറ്റ് വന്ന് ഇടിച്ച് ജീവിതത്തിലുള്ള കണ്ടുപിട്ടിയതാണ് ഇയാളെ. ഒരു ആക്സിഡന്റിൽ കൂടിയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുപിടുന്നത്. ഒരു അപകടമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. ജീവിതത്തിൽ ഇപ്പൊ ഒരു അപകടം നടന്നു. ജീവിതം പെട്ടെന്ന് മാറി മറിഞ്ഞു. സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു, പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നു. നന്നായിരിക്കും. നിങ്ങൾ സത്യം പറഞ്ഞ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിൽ സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ എന്തായാലും സന്തോഷം. നല്ല ഫാമിലി സറൗണ്ടിങ്സ് ഉണ്ട്. നല്ല ഫാമിലിയാണ്. അതുപോലെ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളായി, ഭക്ഷണം പാചകം ചെയ്യാൻ ആളായി, എല്ലാം ഇവിടെ അപ്പൊ ഇവിടെ പണിക്കാരായിട്ടാണ് വന്നേക്കണേ? എന്താ അല്ലേ? അല്ലേ? ടെൻഷനായ? ടെൻഷനാവണ്ട. ഇന്റർവ്യൂല് ആദ്യമായിട്ടല്ലേ ഇരിക്കുന്നത്? ആദ്യമായിട്ടാണോ? എവിടെ വീട്? ഇനി കഥാപാത്രം വിട്ടു. സംഭവം നമ്മള് ഇത്രയും പേരാണ് നമ്മുടെ ഈ സീരിയലിലുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ ക്യാരക്ടർ വേണോ, റിയൽ ലൈഫ് വേണോ? എന്താണ്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. മൈക്കാണത്, കത്തിയല്ല, പേടിക്കണ്ട. ഈ കുഴപ്പമില്ല എന്ന് പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. അതെന്താണ് ആ കുഴപ്പം?
ഇല്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ സീരിയലിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വന്നപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പം റിലീസ് ആണല്ലോ, ലൈക്ക് 10th. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ സീരിയലുകളൊക്കെ കാണാറുണ്ടായിരുന്നോ? അങ്ങനെ കാണാറില്ലായിരുന്നു. അങ്ങനെയാണ് അഭിനയിക്കാൻ വന്നത്. സീരിയലിൽ അഭിനയിക്കണമെന്നൊക്കെ പണ്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. അതെ. ഓക്കെ, നായിക സമാധാനമായില്ലേ? ചെറുതായിട്ട് ഇനി അങ്ങോട്ട് കറക്റ്റ് ഗ്യാങ്ങിലാ വന്നു വേണ്ടേക്കണേ അല്ലേ? ഇതേട്ടാ നമസ്കാരം. എന്റെ പൊന്നെ, ആ ട്രെയിലർ തന്നെ ഞെട്ടി. ഓ ഉഗ്ര ക്യാരക്ടറല്ലേ? നല്ല ക്യാരക്ടർ. അതെ, ഇതേപോലെയുള്ള മക്കളെയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണോ ഇപ്പോ? അങ്ങനല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരുപാട്, ഒന്നാമത്തെ കാര്യം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഇത്രയും മുതിർന്ന മക്കളൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത്രയും. പിന്നെ ഇവരൊക്കെ ഒരുമിച്ച്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായിട്ടാണ്. എല്ലാവരുമായിട്ടും ഇത്രയും ആൾക്കാരുമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ സീരിയലിൽ വെച്ച് അഭിനയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നേരത്തെ ഏതെങ്കിലും ഒരു സീരിയലിനകത്ത് നമ്മൾ ഒരുമിച്ച് വന്നിട്ടുള്ള ആൾക്കാരല്ല. നേരത്തെ അപ്പോൾ ഒരു പുതുമയുണ്ട് അതിനകത്തൊരു പുതുമയുണ്ട്, അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓരോ സീൻസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്, മൊത്തത്തിൽ പുതുമയുണ്ട്. ചേട്ടൻ പറയൂ. ഞാനും ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഞാനും വന്നിട്ട് ഒരു 9 വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അല്ലാതെ കൂടാറുണ്ട്, ഫംഗ്ഷൻസിനും കാര്യങ്ങളും. ആ കൂടലല്ല, ഫംഗ്ഷൻസിന് അവാർഡ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയൊക്കെ കൂടാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് തെറ്റില്ല അല്ലേ? നിങ്ങളൊക്കെ എന്താ ചിരിക്കണേ? അപ്പം യതിച്ചേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്നിരിക്കുന്ന ഒരു, നമുക്ക് എന്താ അത്രയും പരിചയമുള്ള ഒരു ആക്ടറാണ്. പക്ഷെ ഇതുവരെ ഒരു സ്ക്രീൻ സ്പേസ് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയപ്പോൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ 4 ഇപ്പം ഇവളും കൂടെ വന്നു കഴിയുമ്പോഴേക്കും 5 പേരും കൂടെ അർമാദിക്കലാണ് ഇവിടെ. ഇത് ലിറ്ററലി ഒരു മെൻസ് ഹോസ്റ്റലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു സീരിയലിൽ ആദ്യമായിട്ടായിരിക്കും ലിറ്ററലി ഒരു 5 ആൺ കഥാപാത്രം അവിടത്തേക്കൊരു പെൺകുട്ടി നായിക വരുന്നു. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും ഇത്രയും നാളും ചെയ്തിരിക്കുന്ന എല്ലാം റിച്ച് ക്യാരക്ടേഴ്സ്, മറ്റേ കോട്ടും സൂട്ടും, അല്ലെങ്കിൽ ഭയങ്കര ഒരു കാറിലൊക്കെ വരുന്നു. ആദ്യമായിട്ടാണ് മുണ്ടൊക്കെ കൊടുത്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്ത്. നേരത്തെ ചോദിച്ചില്ല, അവളല്ല വീട്ടിലെ പണിയൊന്നും ചെയ്യുന്നത്, എന്നെ കൊണ്ടാണ് ഇവർ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. ലിറ്ററലി ഞാൻ നമ്മുടെ നന്ദനത്തിൻ്റെ അകത്ത് നമ്മുടെ ബാലാമണിയില്ലേ, ബാലാമണിയാണ് രാവിലെ തുടങ്ങി. അതെ. പിന്നെ ഈ പറഞ്ഞ ഇവനൊക്കെ ആയിട്ട്, അമീനൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ വർഷത്തെ പരിചയം അല്ലേ. നമ്മള് സ്വന്തം അനിയനെ പോലെ കാണുന്ന ഒരാൾ ഇപ്പൊ അനിയനായിട്ട് അഭിനയിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി കുറെ നാളുകളായിട്ട് നിതിൻ ചേട്ടനാണെങ്കിൽ നിതിൻ ചേട്ടൻ എന്തെങ്കിലും പ്രൊഫൈലിൽ ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും അനിയൻ ക്യാരക്ടർ എന്തെങ്കിലും വരുമ്പോൾ എന്നെ സജസ്റ്റ് ചെയ്യാം. അനിയൻ ക്യാരക്ടർ അല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ചാനലാണെങ്കിലും അപ്പൊ അവിടെയുള്ള ആൾക്കാർ ചോദിക്കും പുതിയ പ്രോജക്ട് വരുമ്പോഴേക്കും. അപ്പൊ ആദ്യമേ ഞാൻ വിളിക്കുന്ന ഇവനായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ നാളായിട്ട് ഞങ്ങളുടെ നടക്കാതെ പോയ ആഗ്രഹം അതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ഈ ഇവര് വിഘ്നേഷും ടെസയും ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ മുന്നേ പരിചയപ്പെട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു റാപ്പുള്ള ആൾക്കാരാണ് എല്ലാവരും. ഒരു കണക്ഷൻ ഉണ്ട്. അത് ഇവിടെ സ്ക്രീനിനകത്ത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയി കാണണം. എന്താണ് അവനാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നീ പറഞ്ഞിട്ട് പോയാ മതി. ക്യാരക്ടർ ഇതിലൊരു മൊത്തത്തിൽ എല്ലാവരോടും ഒരു പുച്ഛമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ അത് മെക്കാനിക്കാണ് ഇതില്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു ക്രൂ പറ്റിയ പിന്നെ ചേട്ടനായാലും ഇപ്പൊ സപ്പോർട്ടീവ് ആണ് എല്ലാവരും. മൊത്തത്തിൽ അടിപൊളിയാണ്. എൻ്റെ 3rd പ്രോജക്റ്റാണ്, 2ാമത്തെ പ്രോജക്റ്റാണ് ഏഷ്യനെറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എൻ്റെ അമ്മയാണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അമ്മ ആർട്ടിസ്റ്റാണ്, മഞ്ജു സുഭാഷ്. അപ്പോൾ പുള്ളിയാണ് ആദ്യം സീരിയലിലേക്ക് കൊണ്ടുവന്നത്. എനിക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പോലെ. പിന്നെ റീസെൻ്റ്ലി എവിടെയോ കയറി വന്നിട്ടുള്ളൊരു ഇതില് ഞാൻ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഉപദേശ സമിതി വൈസ് പ്രസിഡന്റാണ്.
അവര് മറ്റേ വഴിപാടൊക്കെ നേർന്നിട്ടാണ് ഇവൻ ഈ പ്രോജക്ട് കിട്ടുക. കാരണം എന്താ, അത്രയും ദിവസമെങ്കിലും അവിടെ മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു ദൈവികത പൂരം കാണാൻ പോകുമ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലേ? അല്ലേ ഓക്കെ, ഭയങ്കര നാണമൊക്കെ ഉണ്ട്. നല്ല അഭിനേതാവാണ്. ഇത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നാണം ഇല്ലാത്തതുണ്ടോ? ഇപ്പൊ മനസ്സിലായി ഇവിടുത്തെ അവസ്ഥ എന്താണ്. ഇനി ഇളയനിലേക്ക് വരാം അല്ലേ? കൊതുക്കൊക്കെ കണ്ടോ? ഇങ്ങനെ എല്ലാവരും തന്നെ കളിയാക്കുമ്പോ പറഞ്ഞു ക്യാരക്ടർ നെയിം നികേഷ് ആണ്. ക്യാരക്ടർ നെയിം നികേഷ് ആണ്. ഞാനും ടെസയും ആദ്യം സീരിയൽ ചെയ്യണേ. ഞാൻ ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട് 2-3 ആദ്യമായിട്ടാണ് വിളിച്ചത്. എന്റെ പ്ലാനിലോ ഇതിലോ ഫസ്റ്റ് വിളിച്ചിട്ട് എന്താ ചോദിച്ചത്? ഇങ്ങനെ റോളുണ്ട്, ഏഷ്യാനെറ്റിലേക്കാണ് വരാമോന്ന് ചോദിച്ചു. ഓഡീഷൻ ഉണ്ട്, വരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഓക്കെ വരാം. വന്നു. അപ്പോൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഉറപ്പൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാനും സീരിയൽ സ്വപ്നത്തിലുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഓക്കെ ഞാൻ തിരിച്ചു പോയി. എന്നോട് വിളിച്ചു പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട് പോരെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവരെ ടി വിയിൽ കണ്ടുള്ള പരിചയമുള്ളൂ, തീർച്ചയായിട്ടും എന്റെ സിനിമയെ കണ്ടുള്ള പരിചയമുള്ളൂ. ഇവിടെ നിന്ന് എങ്ങനെയാ സംസാരിക്കേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഭയങ്കര കമ്പനി എല്ലാവരും. ഇപ്പൊ നിഞ്ചേട്ടനാണെങ്കിലും ഭയങ്കര, എന്റെ അമ്മ ഭയങ്കര ഫാനാണ് നിഞ്ചേട്ടന്റെ. ഇടയ്ക്കിടയ്ക്ക് പറയും, അന്വേഷിച്ച് പറയും. അപ്പൊ നിഞ്ചേട്ടൻ ഭയങ്കര ഫാനാ അമ്മ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പെട്ടെന്ന് കമ്പനി ആയി എല്ലാവരും. രസമാണ്. വന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, സംസാരിച്ച് തുടങ്ങിയപ്പോ എങ്ങനെയുണ്ടായി? ഇല്ല, നോർമലി ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം തുടങ്ങിയ ടൈമിൽ ഭയങ്കര ഒരു ഇൻഹിബിഷൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരോട് എങ്ങനെയായിരിക്കും. ഇവനില് തുടക്കം തൊട്ടേ അതില്ല. അവന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് തന്നെയാണ്. ലൈക്ക് എല്ലാ കാര്യത്തിലും അവൻ ഫ്രണ്ടിലുണ്ട്. കാരണം ബാക്കി അഭിനയിക്കുന്നതിന് പോരായ്മയൊക്കെ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പൊ തുടക്കക്കാരനാണ്, അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ ടപ്പേന്ന് ക്യാച്ച് ചെയ്യും. കാരണം ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എനിക്കോ ഇവനോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും അവന് ഒരു ക്യാമറ ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ ഡയറക്ടർ ആണെന്നോ അതൊന്നുമില്ല. രാവിലെ അവൻ ചിലപ്പോൾ പോയിട്ട് ഡയറക്ടറോട് ഷോട്ടൊക്കെ പറഞ്ഞു. ലൈക്ക് അത് ഭയങ്കര റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് അവന് ചെയ്യണം എന്നുള്ളൊരു സാധനം എപ്പോഴും മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെങ്കിലും അവനെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പോളിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറഞ്ഞു തന്നെ. ഞാൻ മെയിൻലി പറഞ്ഞു തന്നതിന്റെ ഗുണമാണ്. എനിക്ക് ഈ ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് നിന്ന് അഭിനയിക്കാൻ അതൊന്നും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. അതെ, എന്താ കാര്യം അറിയോ? ലൈക്ക് നോർമലി എനിക്ക് എല്ലാ സീരിയലും ഒരു പേരുണ്ടാവും. എന്റെ ഇതിന്റെ അത് പേര് ഇവനാണ്. ഈ ചേട്ടന്റെ ഇളയനിയനും ഭയങ്കര ഒരു ബോണ്ടുണ്ട്. അപ്പൊ എന്റെ വിഷമങ്ങളും എന്റെ സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരേ ഒരാള് ഇവനാണ്. അപ്പൊ ആ സീൻ അത്രയും ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള സീനൊക്കെ ആയിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുമ്പോഴേക്കും പിന്നെ തുടക്കക്കാരെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് എതിച്ചേന്റെ മുമ്പിൽ പോയിരിക്കുമ്പോഴേക്കും ഉള്ളിൽ, കാരണം എതിച്ചേന്റെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് സാധനം മാറ്റി കളയുന്നത്. റിഹേഴ്സൽ എന്ന് പറഞ്ഞൊരു സാധനം നോർമലി സീരിയൽസിൽ ഉണ്ടാവില്ല. നമ്മളിപ്പം തുടക്കമായത് നമ്മൾ റിഹേഴ്സൽ വെക്കുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതായിരിക്കും എതിച്ചേട്ടൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതിന്റെ നേരെ ഉള്ളിട്ട് കയറി കഴിക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ലൈക്ക് എന്താണെന്നുള്ള സാധനം കണ്ടു. അപ്പൊ ഞാൻ ഇവരോട് പറയുന്ന ഒറ്റ കാര്യങ്ങൾ, നീ മുഖത്ത് നോക്കണം, കണ്ണിൽ നോക്കിയിരിക്കണം. ലൈക്ക് അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാനൊരു എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയാനുള്ള ഒരു ഗ്യാപ്പ് അവന് കൊടുക്കും. എല്ലാം ഉഗ്ര സപ്പോർട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് വർക്കിൽ തന്നെ ഭയങ്കര അഭിപ്രായങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ നമ്മളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു. കാരണം നമുക്ക് അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയും നമ്മളെ കറക്റ്റ് ചെയ്ത് തരാനൊക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് അത് അറിയാൻ വന്ന വഴി നമുക്ക് അറിയാവുന്നതുകൊണ്ട് പുതിയ ആൾക്കാർ വരുമ്പോഴേക്കും ഇപ്പം നാളെ അവരാണ് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അടിപൊളി. ഇത്ര പേര് സപ്പോർട്ടില്ലേ? അങ്ങോട്ട് നോക്കിയിരിക്കാം. പറയട്ടെ മാക്സിമം പറയട്ടെ. ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നോർമലി സീരിയലില് അമ്മായിമ്മ പോലെ അല്ലെങ്കിൽ മറ്റേ വിഷുമ്പോ കുന്നായ്മ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതിലതില്ല. ഇതിനകത്ത് ഭയങ്കര ലൈവായിട്ട് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഇതിന് ഒരു ഭയങ്കര സോൾ ഉള്ള ഒരു കഥയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ ഭയങ്കര
ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നിൽക്കുന്ന സീരിയലായിരിക്കും മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. അതെ. ഇതിന്റെ അതൊന്നും കാണാൻ ഷർട്ടൊന്നും ഇല്ലാതെ ഞാനത് ഉപേക്ഷിച്ചു. നേരെ ഓപ്പോസിറ്റ് ആയി. ഇയാൾ മാത്രം കുറച്ച് റിച്ച് ആയിട്ട് ഇവനാണ് ക്യാരക്ടർ കറക്റ്റ് പിടിക്കുന്നത്. ഇവനാണ് മെക്കാനിക്കാണെന്നൊന്നും തോന്നുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല, ഇതുമില്ല. അപ്പൊ ഇവന്റെ പോർഷൻ വേറെ പുറത്ത് ആദ്യമായിട്ട് മറ്റേ വർക്ക്ഷോപ്പ് ഇവർ ഈ സംഭവമാണെന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് രാവിലെ തൊട്ട് ഒരു 3 മണി 4 മണിയായിട്ടും ഇവനെ കാണുന്നില്ല. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക, ഇവനെ പുറത്തെടുക്കുക. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയപ്പോഴേക്ക് അന്ന് വരെ കാണാത്ത നവജീവൻ കിട്ടി. അതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ പറയണം ഇത് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇവരുണ്ടല്ലോ മറ്റേ ജിങ്ജാങ് പൈസ സാധനം കിട്ടുന്നു. ഞങ്ങള് മാത്രം മറ്റേ ഇവിടുത്തെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത് മറ്റേ അന്ന് ഉള്ളിലെ സാധനങ്ങൾ വന്നു. അന്ന് കോമഡിയുടെ അങ്ങേറ്റാണ്. കാരണം അറിയാം, ഇവൻ രാവിലെ മറ്റേ ബൈക്കിനടി കയറിയതാ, മറ്റേ മെക്കാനിക്ക് വിളിക്കും. ഇത് എടുത്തിട്ട് തീരുന്നില്ല. അപ്പൊ മേക്കപ്പ് മാൻ എന്ത് ചെയ്തു, മറ്റേ മുഖത്തൊക്കെ കരിയൊക്കെ തേച്ചിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ ഇവരോട് പറയാ, ഇനി മുഖത്തെ കരി കാണാതിരിക്കും, എവിടെ മുടിയൊക്കെ എന്നിട്ട് ഇതിങ്ങനെ തുടക്കാം. അപ്പൊ കയ്യിലും കരി തേച്ച് വെച്ചിട്ടുണ്ട്, ഗ്രീസ് വെച്ചിട്ടുണ്ട്, തുടച്ചു തുടക്കുക. മുഖത്ത് മൊത്തമായി ഇവിടെ കരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അന്ന് ബ്രോ ലിറ്ററലി എങ്ങനെ അറിയോ, നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്നത് പറയുമ്പോൾ ഇവനായിരിക്കും ഏറ്റവും വൈബും ചില്ലും. ഇപ്പൊ ഞങ്ങള് 3 പേര് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സിനിമയെ പറ്റിയും ഭയങ്കര ചർച്ചകളൊക്കെ ആയിരിക്കും. ഇവന് സിനിമയായിട്ട് ബന്ധമുണ്ടെങ്കിലും അതിനിടയ്ക്ക് എന്തെങ്കിലും ചെലവൊക്കെ അടിച്ചിട്ടുണ്ട്. ഇന്ന് അന്നത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡെസ്ക് മിണ്ടുന്നില്ല. എന്താ കാര്യം അറിയോ, പെടലി എടുക്കാൻ പറ്റും. അന്ന് ആദ്യം പണിയെടുത്തു. പിന്നെ ലുക്ക് പോയല്ലോ. എന്റെ ആരാധകർ എങ്ങനെ എന്നെ എടുക്കും. അതെ അതെ, ഉപദേശക സമിതിയിലെ ഉപദേശം മേടിക്കാൻ പറ്റാത്തതൊക്കെ അവസ്ഥ. ഞാൻ ഫോട്ടോ ഓക്കെ, എന്തായാലും ഇങ്ങനൊരു ടീം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു ടീം ആദ്യമായിട്ടാണ് സീരിയൽ മേഖലയിൽ വരുന്നത്. കാരണം എപ്പോഴും നമ്മളൊരു ഫാമിലിയുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അതുകൊണ്ട് ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. ഇത് യൂത്തിനും എല്ലാവർക്കും അതെ ഭയങ്കര എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്തു വന്നേല് ഇതിൽ കണ്ടേക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഒന്നാമത്തെ കാര്യം ഒരു ന്യൂ ജെൻ സീരിയൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം ഭയങ്കര ലൈവാണ്. നമ്മൾ ഒരിക്കലും കൃത്രിമമായിട്ടുള്ള ഒരു സീൻ പോലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല. എല്ലാ സീനിനകത്തും ഭയങ്കര ലൈഫുണ്ട്. നമ്മൾ സാധാരണ നമുക്ക് കാണുന്ന ഒരു പ്രേക്ഷകന് ഇത് വളരെ റിയൽ ആണെന്ന് ഫീൽ ചെയ്യും. ഭയങ്കര ലൈവാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്താണ് ഈ നമുക്കറിയില്ല, ഇത് പ്രേക്ഷകൻ കണ്ടിട്ട് അവർ വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു എൻജോയ്മെന്റ് ആണോ, നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് കാണുന്നവർക്കും അതിനകത്തൊരു എന്താ അവർക്കൊരു എന്റർടൈൻ ചെയ്യുന്നത്. നമ്മൾ നന്നായി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഒക്കെ അല്ലേ, അപ്പൊ അത് അവർക്ക് കിട്ടും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ സിനിമയും സീരിയലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, സീരിയൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ നാല് കസേര ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്നിട്ട് ഇരുന്നങ്ങ് ഡയലോഗ് പറച്ചിലാണ്. പക്ഷെ സിനിമയിൽ അങ്ങനല്ലോ, ലൈക്ക് എന്തൊരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. നമ്മളിപ്പം ഇതില് അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ലൈക്ക് ഓരോരുത്തർക്കും ഒരു സാധനമുണ്ട്. ഇപ്പൊ ഞാൻ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിലെ പണി ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആക്ടിവിറ്റി ഓറിയന്റഡ് ഭയങ്കര ലൈവാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഈ ഷർട്ട് ഇടാതെ നടക്കുന്ന പോലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ക്യാരക്ടറിന് വേണ്ട, ഷർട്ട് വേണ്ട, ലൈക്ക് ഇങ്ങനത്തെ ഒരു വീട്ടിലെ ഒരു സെറ്റപ്പില് നമ്മൾ ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ട് നടന്നൊരു കാര്യമില്ലല്ലോ. അതിന്റെ ഒരു സുഖം വേറെയാണ്. കയ്യിൽ നിന്ന് ഇടാൻ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ടീം ആണെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഗിരീഷേട്ടനാണ്, വെറുതെ ഭാര്യയുടെ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹം ആളുകളുടെ പൾസ് അറിഞ്ഞ് എഴുതുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഡയറക്ടർ ശരത്താണെങ്കിലും ശരത്തിന് ഈ ഇങ്ങനെ തട്ടിക്കൂട്ട സാധനമൊന്നും ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അത് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ട്. അത് വലിയ ഫാക്ടറാണ്. അത് നമ്മള് എന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തോടെ ചോദിക്കാൻ ചില ആൾക്കാർക്ക് നമുക്ക് ചോദിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം അവരത് വേണ്ട, ഇത് മതി എന്ന് പറയും. എനിക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡയറക്ടറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് സജഷൻ പറയാനും അത് ഓക്കെ നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്തോ എന്ന് പറഞ്ഞത് മോശമാണെങ്കിൽ അവരെന്നെ തിരുത്തും, അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു ഫ്രീഡം ഇവിടെ എനിക്ക് ഞാൻ കിട്ടുന്നുണ്ട്. ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ തെറ്റും പേടിയൊക്കെ ഉള്ളിൽ
അതെ, ഈ കൂട്ടത്തിൽ ആരാണ് തെറ്റിക്കുന്നതിൽ നമ്മുടെ പോയി നിൽക്കുന്നത്? ആയതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേടിയും ടെൻഷനൊക്കെ ഒരു കാര്യം. ഇന്നിപ്പോ നമ്മൾ രാവിലെ വണ്ടി വന്നപ്പോ തന്നെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യം, ഞങ്ങൾക്ക് തെറ്റുന്നതും സെയിം കാര്യങ്ങൾ. ശരിയാണ്, ഹാപ്പിയാണ്. മെയിൻ സ്ലാങ്ങിന്റെ പ്രശ്നമുണ്ട്. സ്ഥലം വരെ സ്പീഡ് കൂടുതലാണ് സംസാരിക്കുന്നത്. എന്ത് ധൈര്യം പറയുമ്പോൾ ആ ചിരിച്ചുള്ള വിനയത്തിൽ പറയുന്നത് അല്ലേ? പക്ഷേ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ക്യാമറ നോക്കി നോക്കാം. അതെ, ഇപ്പം എന്തോ ഇവിടെ ഏറ്റവും എന്റർടൈൻമെന്റ് കോമഡി, നിങ്ങൾ ഏറ്റവും കോമഡി പറയുന്നത് ഇവിടെ ഈ മറ്റേ ടിക്കറ്റാക്ക് പോലെ ഇവിടെ തുറന്നു കൊടുക്കുമ്പോ അവിടെ കൊടുക്കുന്നു വിമാനമുണ്ട്. അതായത് അവന്റെ ചളവരെല്ലാം ഇത് ഞങ്ങളെ ചളികൾക്കൊക്കെ വേറെ വഴിയില്ല, അവിടെ ഉണ്ടാവും. ഞങ്ങൾ 4 ദിവസം നിൽക്കുവാണെങ്കിൽ ഇവർ എന്തെങ്കിലും സാധനം പറയും, എന്തെങ്കിലും ഒരു സാധനം പറയും. അപ്പൊ ഇവർ പറയും ചേട്ടാ ചിരിച്ചു, അവന് വിഷമം വരും. ഇവിടെ ചളു അറിയാണ്ട് വന്നു പോകുന്നതായിരിക്കും ചിലപ്പോ. ഞങ്ങൾ 3 പേര് സംസാരിക്കുമ്പോ കുറച്ച് വലിയ സിനിമകളെ കുറിച്ച് സംസാരിക്കും. പുള്ളിയെ ഇടപെടാൻ പറ്റില്ല. പഴയ പടം ഈ രാജമാണിക്കൊക്കെ പറഞ്ഞത് 10 സിനിമകളൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ രാവണപ്പുറത്ത് റിലീസ് നടന്നത്. അതിനെ സംസാരിക്കുമ്പോൾ ഈ പുള്ളി കാര്യങ്ങൾ വരെ ഇങ്ങനെ ഏറ്റവും രസം അറിയോ, ഈ കണ്ട പടങ്ങളിലെല്ലാം ഈ ചെറിയ ചെറിയ റീൽസിലെ ഡയലോഗ്സ് ഉണ്ട്. ഇതെല്ലാം മലപ്പുഴം അടിച്ച് ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കും. പടത്തിനെ പറ്റി അറിയില്ല. അതിന്റെ നമ്മുടെ അറിവ് ഇപ്പൊ കാണിച്ചതേ. ഏറ്റവും പഴയ പടം ബ്രോ കണ്ടേക്കുന്ന ഏതാ? അയ്യോ, ദൃശ്യോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രമേഹം അതെ പോട്ടെ. നമുക്ക് ഇവിടെ ഇതിനാരെ കലാകാരനാരാ? പാട്ട് ഇങ്ങനെയുള്ള പരിപാടി അത് നമുക്ക് അവരുടെ ഒരു പാട്ടായിട്ട് നമുക്ക് തിരിച്ചു അല്ലേ? അല്ലേ ഇതോടാ നമ്മളെല്ലാരും എല്ലാവരും കൂടെ ഓക്കെ കൂടെ കൂടണേ. കുട്ടനാടൻ കുട്ടനാട് ഏതാ കുട്ടനാട്? അതാണോ? കുട്ടനാട് മിക്കവാറും നാളെ വാർത്തകളാണ്. ഉപദേശക സമിതിയിൽ നിന്ന് യുവാവിനെ പുറത്താക്കി. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കുട്ടനാടൻ കായലിലെ കെട്ടുവളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ രംഗത്തിന് മീനും പിടയ്ക്കണ് കള്ളിക്കുയിലേ വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിമിരുമൃതേ അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിരുമൃതേ കുട്ടനാട് കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കറുമ്പി അന്തിക്കുളം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ഇതില് നേരത്തെ എഴുന്നേക്കാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എഴുന്നേക്കും. എല്ലാവർക്കും മടിയാണ്. 10 മിനിറ്റ് എന്നെ മൊബൈൽ നോക്കുമ്പോ അത് ഇവിടെ ചോദിച്ചില്ല. കണ്ടേക്കുന്ന പഴയ സിനിമ പേരുണ്ട്. പഴയ സിനിമ കിലുക്കം. ചേട്ടാ, നമ്മള് എല്ലാവരും ഇപ്പോഴും റിയൽ ലൈഫിൽ നമ്മൾ എന്താ പറയാ ചേട്ടനെ ചെയ്തേക്കുന്ന ക്യാരക്ടറുകൾ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ
ഇത്ര ആള് വലുതായിട്ടും ഇപ്പോഴാ കുട്ടിത്തോള ഫേസ് അതേപോലെ തന്നെ അല്ലെ നമുക്ക് ഫേസ് മാത്രമല്ല ചേട്ടൻ പറയുന്ന ഡയലോഗ്സിലൊക്കെ റിയൽ ലൈഫിൽ കുട്ടിയാണ്. അതാണ് നമുക്ക് പണ്ടത്തെ കുറെ ആ നോട്ടവും എന്നുള്ള വിളിയും ആ സാധനമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എല്ലാം പറയാൻ ചേട്ടൻ അന്ന് മറ്റേ സന്മാനങ്ങൾക്ക് സമാധാനമൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു? അപ്പൊ അന്ന് എന്നൊക്കെ പറയുമ്പോ സോഷ്യൽ മീഡിയ ഇല്ല, വളരെ ലക്ഷത്തിലൊരു ഒരാൾക്കൊക്കെ സിനിമയിലേക്ക് ഒരു ചാൻസ് ഉണ്ട്. അന്ന് സ്കൂളിലൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് വരുമ്പോൾ എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ ഒന്നാമത്തെ കാര്യം പണ്ട് പോലെ ഈ കഥകളി, മോഹിനിയാട്ടം അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ഞാൻ പോകുമായിരുന്നു, കലോത്സവങ്ങൾക്കൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കേരള പിന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവല് അതിനൊക്കെ പോകുമായിരുന്നു. അപ്പൊ അന്ന് മുതലേ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എനിക്കിപ്പോൾ ഓർമ്മയുള്ള വെച്ച് കഴിഞ്ഞാൽ മാരവാനിസിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് റാങ്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ എൻ്റെ അടുത്ത് എന്നെ റാങ്ക് ചെയ്തെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നിങ്ങൾ പണ്ട് അഭിനയിച്ച സിനിമകളിലേക്ക് ചേർത്തിട്ട് അങ്ങനെ അത്രയൊക്കെ ഉള്ള ചെറിയ റാങ്കിങ് ഒക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പരിഗണനയൊക്കെ ആ സമയത്ത് കിട്ടിയായിരുന്നു. നമുക്ക് അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ വളർന്നു വരുന്നൊരു കലാകാരൻ ഒരു ദിവസം സിനിമയിൽ കാണുന്നൊക്കെ. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഒന്നും അന്ന് തോന്നിയിരുന്നില്ല. കാരണം ഞാൻ ഇതേ ക്യാരക്ടർ തന്നെ ഇപ്പോ അതെ പിടിച്ചില്ല. ഞാൻ എന്റെ 2ാമത്തെ സിനിമയായിരുന്നു സന്മനസ്സിലുള്ള സാധാരണ. അപ്പൊ അത് എനിക്ക് ഒരു സാധാരണ അതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് വന്നു. ഇന്നിരുന്ന് ഞാൻ അത് കാണുന്ന സമയത്ത് എനിക്ക് ദൈവമേ അന്ന് എല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻസും ഒക്കെ അല്ല. അത് കഴിഞ്ഞിട്ടും കുറെ സിനിമകൾ ഒരുമിച്ച് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ട്. കിരീടമാണെങ്കിലും ചെങ്കോലാണെങ്കിലും ഒക്കെ അതിനകത്തൊക്കെ അന്യനായിട്ട് അഭിനയിച്ചില്ല. ഉണ്ണികളെ അപ്പൊ അതിൽ എനിക്ക് അടുത്ത കാലത്ത് റീ യൂണിയൻ ഉണ്ടായിരുന്നു. അന്നത്തെ കുട്ടികളെല്ലാവരും കൂടെ ഇരുന്നു. അപ്പൊ അവരൊക്കെ നല്ല അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് ലാലേട്ടനും കാർത്തി ചേച്ചിയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു അത്. അടിപൊളി. എന്തായാലും അന്ന് ഏറ്റവും വലിയ ഭാഗ്യം ആലോചിച്ചു. ഇപ്പോഴും റീൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ആ തഗ് അതാണ് ഏറ്റവും വലിയ കാര്യം. ജെൻസി പോലെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാ ജനറേഷനും അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഴുതി വെച്ച ആ ഡയലോഗ് ഇന്നും റിലവന്റ് ആണെന്നുള്ളതാണ്. അതാണ് ശ്രീനേട്ടൻ്റെ അങ്ങനെയുടെ അങ്ങനെ എഴുതിയിരിക്കുന്ന എല്ലാ ഡയലോഗും ഇന്നും വൈറലാണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ ഇപ്പോഴും ആൾക്കാർ പറയുന്നില്ലേ അത്. റിയൽ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന പല ഡയലോഗുകളും ശരിക്കും പറഞ്ഞാൽ ആ സിനിമകളിൽ നിന്ന് തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആളുകൂടിയാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോ പണ്ട് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയായിരുന്നു എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. കാരോൺ യുഗം ഉണ്ടെന്നല്ല, പക്ഷെ വീണ്ടും ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് എല്ലാവർക്കും ടെലിവിഷനിൽ മാത്രം ഇപ്പൊ സിനിമയിൽ നമുക്കത് കിട്ടുകയില്ല കേട്ടോ. ഞാൻ അടുത്ത കാലത്ത് JSK എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്തും എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടെ കാരവനിലും ഒക്കെ ഇരിക്കുകയാണ്. ഷോർട്ടിന്റെ സമയത്ത് മാത്രം എല്ലാവരും വരുന്നു, പിന്നെ ആരെയും കാണുന്നില്ല. നമുക്ക് ടെലിവിഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലോങ് ആയിട്ട് പോകുന്ന ഓരോ ഷെഡ്യൂളിലും നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഉള്ളത്. അതിൻ്റെ ഇതുണ്ട്. ഒരു 1 year ഒരുമിച്ചാണ്. അതെ അതെ. ശരിക്കും ഒരു നമ്മളൊരു സീരിയലിൽ ആക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ശരിക്കും അവിടെ നിന്ന് പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. ഒരു ഫാമിലി നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സും എല്ലാ ലൊക്കേഷനിലായിരിക്കില്ലേ. ഇപ്പോ അങ്ങനെ എന്താ പറയാ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിരിയല്ലേ നിർത്തല്ലേ എന്ന് തോന്നിയേക്കുന്ന ഒരു മൊമെന്റ് എവിടെയാണ്? എല്ലാ സീരിയലിൻ്റെയും എൻഡ് വരുമ്പോഴേക്കും നമുക്ക് ഒരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും ഇപ്പം ഇതിന് മുമ്പത്തെ സീരിയലായിരുന്നെങ്കിൽ കളിവീടാണെങ്കിൽ 1000 എപ്പിസോഡാണ്. 1000 എപ്പിസോഡിൽ അവിടെ എല്ലാവരുമായിട്ട് അത്രയും സ്നേഹവും അടുപ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പം നിർത്തിപ്പോകല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഒബിയസ്ലി അതിന്റെ പ്രൊഡ്യൂസറാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിന്റെ ഒരു സന്തോഷമുണ്ട്. വീണ്ടും ആ ഒരു തറവാട്ടിലേക്ക് തന്നെ അല്ലേ ഒന്നേക്കുന്ന സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഇതിനെ എന്താ വെച്ചാൽ ഇതിൽ അഭിനയിച്ചേക്കുന്നവരും ഇപ്പൊ അഖിലേട്ടൻ ഇങ്ങനെ കുറെ പേര് ഇതിന്റെ പുറകിൽ ഇനിയുണ്ട്. അപ്പൊ ഒരു എല്ലാവരും കൂടിയിട്ടൊരു ഗംഭീര വർക്കാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ എല്ലാവരും കെട്ടിയിരിക്കുകയാണ്. അഖിൽ കലവൂർ
ഇല്ല ഇതില് ആണോ സ്റ്റേഷനിലുള്ള അപ്പൊ ഇങ്ങനെ അപ്പൊ എല്ലാവരും നമുക്ക് പരിചയമുള്ള ഫേസുകളൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ആസ്വദിക്കാവുന്ന ഒരു സീരിയലാണ്. തീർച്ചയായും അല്ലേ? ഓക്കെ, ഇനി അതിന്റെ ഒരു 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കഥ കേട്ടപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം സാധാരണ സീരിയലിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇന്ന് പറഞ്ഞാൽ മെയിൻലി ഈ വരുന്ന ഈ ഒരു ഗ്യാങ്ങാണ് ഈ സീരിയൽ. അപ്പൊ അതിലെ ഹെഡ് തന്നെ പറയാം. അപ്പൊ അത്ര വലിയൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പേടിയുണ്ടായിരുന്നു ഞാൻ എങ്ങനെ അഭിനയിക്കും എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഒരു രീതിയിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ആക്ടിങ്ങിൽ. എനിക്ക് എന്റെ അമ്മ പിള്ളേരുണ്ട് അങ്ങനെ പിന്നെ ചെറുതായിട്ട് പിന്നെ യൂഷ്വലി എല്ലാവരും വളരെ ആഗ്രഹിച്ചായിരിക്കും അഭിനയം എന്നൊക്കെ ഉള്ളതിൽ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ നോർമൽ ലൈഫിൽ പോയിരുന്നു. ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഫോട്ടോഷൂട്ട് നടത്തി. അപ്പം ഫേസ് ഓക്കെ ആണെന്നും പറഞ്ഞാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാണ്. അപ്പോൾ ഒരു ഫേസ് ഓക്കെയാണ്, ഓഡിഷൻ നോക്കാമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു 1.5 വീക്കിൽ എല്ലാം സംഭവിച്ചു. പിന്നെ പൈലറ്റ് ഷൂട്ട് കഴിഞ്ഞ് കൺഫേം ആയപ്പോഴത്തേക്ക് ഞാൻ റിസൈൻ ഇട്ടു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു 2-3 സ്ഥലങ്ങളിൽ ഓഡിഷൻ നടത്തി. എറണാകുളത്തുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് തന്നെ 2-3 തവണ. അപ്പം ടെസ വന്ന സമയത്ത് എൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കണ്ടപ്പോൾ തന്നെ ടെസ ആദ്യമായിട്ട് സാരിയിലാണ് അന്ന് കാണുന്നത്. അന്ന് കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ടെസ്സയുണ്ട്. അപ്പം ടെസ്സയുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ഫേസ് ആണ്, ആളുകൾ അധികം കണ്ടു മടുത്തിട്ടില്ല. അപ്പം അതിൻ്റെതായ പുതിയ സാധനങ്ങൾ എന്തായാലും വരും. ലൈക്ക് നോർമലി അതാണല്ലോ വേണ്ടത്. അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത്രയും സെന്റിമെന്റ്സും ഇമോഷൻസും ക്യാരി ഓവർ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതെന്തായാലും അയാൾക്ക് വരും. നോർമലി ഈ പറയുന്ന അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും എസ്പെഷ്യലി ഗേൾസിന് ഒരു 10-15 എപ്പിസോഡ് അല്ലേ, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാക്കിലേക്ക് അങ്ങ് വരും. വരുമ്പോ ഇപ്പൊ ഓൾറെഡി അവൾ വന്നു കഴിഞ്ഞു. അതിന് വലിയ നോർമലി ഉള്ള ഒരു സീരിയലിലെ ക്യാരക്ടർ അല്ല ഇത്. ഭയങ്കര ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ഞങ്ങൾ ഇത്രയും ആണുങ്ങൾ ഇവിടെ ഉള്ളപ്പോഴും ഇയാളുടെ ത്രൂ ആണ് സ്റ്റോറി പോകുന്നത്. ആ പ്രൊമോയിൽ അത്രയും എവിഡന്റ് ആണ്. ഇയാളുടെ ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളുമാണ് ഇതിന്റെ അത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഓഫ് ചെയ്യുന്നുണ്ട്. ബ്രദറിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇമോഷൻ ഏതാ? എനിക്കങ്ങനൊന്നും ഇല്ല. ബ്രോ ഒരു ഇമോഷൻ പറഞ്ഞു കൊടുത്തേ, ചെയ്യിപ്പിച്ചേ. ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞു. ഏതാണ് അതൊന്ന് കരക്കരഞ്ഞു മൊബൈല് കളഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി ഒന്ന് ഫോൺ ചെയ്യാന്നിരിക്കും, മൊബൈല് കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ റൂമിൽ വരും, ഞങ്ങൾക്ക് ശല്യമായിരിക്കും. വിഷമം വരുന്നത് എന്ത് നഷ്ടപ്പെടുമ്പോഴാണ്? ഒരു ഇമോഷൻ സാധനം പറഞ്ഞു കൊടുത്തത് ആരും പറഞ്ഞു അവരോട് മറ്റേ മേക്കപ്പിൽ വരാൻ പറ. ഏറ്റവും വലിയ വിഷമം ഒരു ചെറിയൊരു ഇമോഷണൽ സാധനം ഒന്ന് കാണിച്ചു. ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ആ ടൈമിൽ കണ്ടില്ല എന്റെ ബുദ്ധിമുട്ട് കരയാൻ വേണ്ടിട്ടാ ഇപ്പൊ കണ്ണൂർന്ന് നോക്കി. ആ ക്യാരക്ടറിൽ പറ്റൂടാ. അല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ കൂടുതൽ വരുന്ന ഇമോഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. റൊമാൻസ് അല്ല, ഉപദേശക സമിതിയിലാവുമ്പോഴത്തേക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ ഒരുപാട് പാട്ട് പാടി അല്ലേ. ഭയങ്കര ഇമോഷണൽ സംഭവം എടുക്കാൻ പോകുമ്പോഴേക്കും അവിടുന്ന് മറ്റേ സൺലൈറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും സൺലൈറ്റ് ഒരു ഈ സൈഡിൽ ഇവരിങ്ങനെ മാറി നടക്കും. അവനെ വിളിക്കും, എന്റെ ഇവിടുന്ന് ഇവിടെ ഭയങ്കര അബണ്ടൻസ് സാധനം എടുക്കുന്ന സമയത്തായിരിക്കും പിന്നെ നോക്കുമ്പോ റീലോ പാട്ടൊക്കെ ഇട്ട് സാധനം കിടപ്പുണ്ടാവും. എന്തായാലും അടിപൊളി ബ്രോ. അപ്പൊ എന്തായാലും നമ്മള്
ഫൈനലി ഈ സംഭവം ഇനി നമ്മുടെ വർക്ക് ജനങ്ങളിലേക്ക് എത്താൻ പോവാണ്. നവംബർ 10 8 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആവുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിപ്പോൾ ചെറിയ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പ്രേക്ഷകർ കണ്ട് അതിന്റെ ഫീഡ്ബാക്സ് വരുമ്പോഴാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ സംസാരിച്ചുകൂടി ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. എന്തായാലും ഈ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ നമ്മൾ ഒന്നുകൂടി വരും, നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ഇരിക്കണം. അപ്പൊ കുറെ വിശേഷങ്ങൾ വീണ്ടും കിട്ടും. അതൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട്. അപ്പൊ എന്തായാലും സന്തോഷമായിരുന്നു. ഞാൻ ഒന്നാമത്തെ ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ ഭയങ്കര കാഷ്വലാണ്. അപ്പൊ അത് നമുക്ക് തരുന്നൊരു എനർജി ഉണ്ട് അല്ലേ? നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു ഫീലിംഗേ ഞങ്ങൾ കിട്ടില്ല. ഓ താങ്ക് യു, അടിപൊളി. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് കാണാം, നമ്മൾ ഇനിയും വരും ഇതുവരെയൊക്കെ തന്നെ. ഇത്രയൊക്കെ പരിസ്ഥിതിക്ക് എന്തായാലും വരും. ഇനി ഒരു 50 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴേക്കും ആളെ പിടിച്ചാൽ കിട്ടില്ല. അതെ അപ്പൊ അതന്നെ സത്യം. എന്തായാലും ഒരു വൻ സ്വീകരണമൊക്കെ കിട്ടും നാട്ടില്. അതൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. നാട് എവിടെയായിരുന്നു? എന്ത് ഇനോഗ്രേഷൻ കിട്ടിയാലും അതിന്റെ ഒരു ഷെയർ ഞങ്ങൾക്കാണ് ആദ്യം തന്നെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലായി, ട്രാക്കില് വീട്. അതെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും പേടിയുണ്ടോ? കളിയാക്കുന്നുള്ള പേടി ആരാണ് ഷോട്ട് എടുക്കുമ്പോ? അല്ല, നമ്മള് ഇത് കഴിഞ്ഞ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന അവനായിരിക്കും എന്നൊരു തോന്നൽ വരുന്ന ആരായിരിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. തെറ്റിക്കുമ്പോ വന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു തെറ്റാൻ പോവാണ്, അടുത്തത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അവൾ ഓൾറെഡി മൈൻഡിൽ വെച്ചിരിക്കുന്നത് ഇവള് കാരണം ഞങ്ങളെല്ലാം വീണ്ടും റീടേക്ക് പോകുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവള് വരുന്നത് തന്നെ. അപ്പൊ നമ്മളൊരു 10 പ്രാവശ്യം പോകും, കുഴപ്പമില്ല നീ തെറ്റിച്ചു. കാരണം ഇതിന്റെ അപ്പുറമാണ് ഞങ്ങളൊക്കെ ദുരന്തമായിരുന്നു ഇപ്പോഴാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നും. എന്തായാലും കുടുംബ പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുത്ത മുഖങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇനി ഏറ്റെടുക്കും. ഈ സീരിയൽ പകുതി ആവട്ടെ, ശരിയാക്കി ഏറ്റവും കിടലും ക്യാരക്ടർ വിഘ്നേഷിന്റെ. വിഘ്നേഷ് ഏറ്റവും കൂടുതൽ അഭിപ്രായം നിന്റെ കാര്യത്തിലായിട്ട് വന്നത്, ഏറ്റവും കൂടുതൽ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും സീരിയലിൽ 1 ഹിറ്റിലേക്ക് പോട്ടെ. നമുക്ക് വീണ്ടും ഇതിന്റെ ഒരു സക്സസ് പാർട്ടി പോലെ ഇനി മീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ നടത്തുന്ന ഒരു പാട്ടും കൂടി. ഓക്കെ താങ്ക് യു. അപ്പൊ സന്തോഷം കേട്ടോ. എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് തീർച്ചയായിട്ടും കാറ്റത്തെ കിളിക്കോട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാഗതിയുമായിട്ടാണ് നമ്മൾ ഇത്തവണ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കും ആവശ്യമാണ്. അപ്പോൾ കാണാൻ മറക്കരുത്. നവംബർ 10 മുതൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റ്. ഓക്കെ താങ്ക് യു. മറ്റേ സാധനം എല്ലാവരും കൂടി. ഓക്കെ താങ്ക് യു.